എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പത്മനാഭപുരം കൊട്ടാരം എന്ന മൂലാധാരവും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന സഹസ്രാര പത്മവും ഇതേക്കുറിച്ചാണ്. പത്മനാഭപുരം കൊട്ടാരം മുതൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം വരെയുള്ള രാജവീഥി എന്നത് മൂലാധാരം മുതൽ സഹസ്രാര പത്മം വരെ കുണ്ടലിനി ശക്തി സഞ്ചരിക്കുന്ന വഴിത്താരയാണ്. മുൻ ഉദിതമംഗ എന്ന തമിഴ് പദം ലോപിച്ചാണ് 300 നങ്കയായത്. പഴയകാല ലിഖിതങ്ങളിലൊക്കെ 300 നങ്ക എന്ന പദത്തിന് പകരം കുണ്ടലിനി മങ്ക എന്നാണ് കണ്ടിട്ടുള്ളത്. കുണ്ടലിനി എന്ന പദം ശക്തി സ്രോതസ്സിനെ സൂചിപ്പിക്കുന്നതാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. ഈ കുണ്ടലിനി മങ്ക എന്ന പദം ഉച്ചരിച്ച് ലോപിച്ചാണ് തിരുവനന്തപുരത്തുകാർ പറയുന്ന കുണ്ടണിമങ്ക എന്നായത്. നവരാത്രി വിഗ്രഹ ഘോഷയാത്രയിൽ ആദ്യം പുറപ്പെടുന്നത് ഈ കുണ്ടലിനി ദേവതയായ 300 നങ്കയാണ്. കുണ്ടലിനിയുടെ ഊർധ്വഗമനത്തിന് തടസ്സം നിൽക്കുന്ന ഘടകങ്ങളെ നിരാസം ചെയ്യുന്ന വീരസൈന്യാധിപനായും അതോടൊപ്പം നാഡീശുദ്ധി വരുത്തുന്ന ഗുരുവായും പ്രവർത്തിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമിയാണ് രണ്ടാമത് യാത്ര തിരിക്കുന്നത്. തുടർന്ന് ഇരുവരും മഹാവിദ്യയായ തേവാരക്കെട്ട് സരസ്വതിയോടൊപ്പം തിരുവനന്തപുരത്തേക്ക് ഗമിക്കുന്നു. ഇട, പിങ്കള, സുഷ്മന എന്നിങ്ങനെ 3 നാഡികൾക്ക് തുല്യം 3 ആറുകൾ കടന്നാണ് അവർ അനന്തപുരിയിലെത്തുന്നത്. കുഴിത്തുറ, നെയ്യാറ്റിൻകര, കരമന ഇവയാണ്. അങ്ങനെ അവർ ഇവിടെ എത്തി നവരാത്രി കാലത്തെ സാധനകൾ സ്വീകരിച്ച് സഹസ്രാര പത്മത്തിൽ നിന്നും അമൃതപ്ലാവനം ചെയ്യിച്ചിട്ടാണ് തിരികെ മൂലാധാരത്തിലേക്ക് അഥവാ പത്മനാഭപുരം കൊട്ടാരത്തിലേക്ക് യാത്രയാകുന്നത്. ശ്രീ പത്മനാഭ ശരണം, നമാമി തവ പാദപങ്കജം. നന്ദി.